ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വർഗീയ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. നാഗ്പൂരിലെ മഹലിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ കല്ലേറുണ്ടായി. സെൻട്രൽ നാഗ്പൂരിലും സംഘർഷങ്ങളുണ്ടായി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന സംഘർഷാവസ്ഥ പോലീസ് പണിപ്പെട്ടാണ് നിയന്ത്രണ വിധേയമാക്കിയത്. സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടാകുന്നത്. പിന്നാലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ കല്ലേറുണ്ടായി. വാഹനങ്ങൾക്ക് തീ വെക്കുകയും ചെയ്തു. അക്രമകാരികൾ ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും തീയിട്ടു. പോലീസ് അക്രമികൾക്ക് നേരെ കണ്ണീർ വാതക പ്രയോഗം നടത്തിയതോടെയാണ് എല്ലാവരും പിരിഞ്ഞുപോയത്. അക്രമ സംഭവങ്ങൾ പോലീസുകാരുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സംഘർഷത്തിന് പിന്നാലെ ജനങ്ങളോട് ശാന്തരായിരിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്, നാഗ്പൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി എന്നിവർ രംഗത്ത് വന്നു. സംസ്ഥാനത്ത് കരുതിക്കൂട്ടി ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനെ രംഗത്ത് വരികയായിരുന്നു. ഔറംഗസേബിന്റെ ശവകുടീരം മാറ്റണമെന്ന ആവശ്യത്തിന്മേൽ നിയമപരമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് ഭരണകാലത്ത് ഫഡ്നവിസ് പറഞ്ഞിരുന്നു. നിലവിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥലമുള്ളത്. അതിനാൽ സർക്കാരിന് അത് സംരക്ഷിച്ചേ മതിയാകൂ എന്നാണ് ഫഡ്നവിസ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ മാസമാണ് ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങുന്നത്. സമാജ്വാദി പാർട്ടി എം പി അബു അസ്മി ഔറംഗസേബ് മികച്ച ഭരണാധികാരിയായിരുന്നുവെന്നും ചരിത്രത്തിൽ അദ്ദേഹത്തെ മോശമായാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. ബോളിവുഡ് സിനിമയായ ചൗവ ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു എം പിയുടെ പരാമർശം. ഇത് വലിയ തോതിൽ വിമർശനത്തിന് കാരണമായി. ഇതിന് പിന്നാലെയാണ് വിഷയം തീവ്ര ഹിന്ദു സംഘടനകൾ ഏറ്റുപിടിച്ച് ആളിക്കത്തിച്ചത്. അബു അസ്മിയുടെ പരാമർശത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് നാഗ്പൂരിലെ മഹൽ പ്രദേശത്ത് കല്ലേറ് സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നുണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ഭരണകൂടവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. രണ്ടാമതായി, നഗരത്തിലെ സ്ഥിതിഗതികൾ നിലവിൽ വളരെ ശാന്തമാണ്. ഒരു ഫോട്ടോ കത്തിച്ചതിനെ തുടർന്നാണ് അശാന്തി ആരംഭിച്ചതെന്നും അത് ആളുകൾ ഒത്തുകൂടാനും ആശങ്ക ഉയർത്താനും കാരണമായെന്നും നാഗ്പൂർ പോലീസ് കമ്മീഷണർ ഡോക്ടർ രവീന്ദർ സിംഗാർ പറഞ്ഞു. രാത്രി 8 മുതൽ 8:30 വരെയായിരുന്നു അക്രമം നടന്നത്. ഈ സമയത്ത് 2 വാഹനങ്ങൾ കത്തിക്കുകയും കല്ലെറിയൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഉൾപ്പെട്ടവരെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനും പോലീസ് കൗമ്പൗണ്ടിംഗ് നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ സെക്ഷൻ 114 ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും നിയമം കയ്യിലെടുക്കുന്നത് ആരാണെന്ന് അവർക്കെല്ലാം വളരെയധികം ശിക്ഷ ലഭിക്കുമെന്നും കിംവദന്തികളിൽ നിന്നും വിശ്വസിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂന്നാമതായി, നാഗ്പൂരിൽ റൂറൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇപ്പോൾ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടി സൈബർ പോലീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അക്രമത്തിൽ 25 മുതൽ 30 വരെയുള്ള ഇരുചക്ര വാഹനങ്ങളും 2 മുതൽ 3 വരെയുള്ള കാറുകളും കത്തിച്ചിരുന്നു. നഗരത്തിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ശാന്തത പാലിക്കാൻ നാഗ്പൂരിൽ എം പി നിതിൻ ഗഡ്കരി ജനനിവാസികളോട് അഭ്യർത്ഥിച്ചു. ചില കിംവദന്തികൾ കാരണം നാഗ്പൂരിൽ മതപരമായ സംഘർഷാവസ്ഥ ഉടലെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും തെറ്റ് ചെയ്തത് ഉത്തരവാദികളായവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു. സാഹചര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെ ഇതിനകം തന്നെ അറിയിക്കുകയും ചെയ്തു. ഇതിനാൽ എല്ലാവരും കിംവദന്തികൾ അവഗണിക്കണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നാഗ്പൂരിൽ തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്ര കോൺഗ്രസ് മേധാവി ഹർഷവർദ്ധൻ സ്പക്കൽ ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള പരാജയമാണെന്ന് വിശേഷിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിൽ മന്ത്രിമാർ മനഃപൂർവ്വം പ്രകോപനപരമല്ലാത്ത പ്രസംഗങ്ങൾ നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. നാഗ്പൂരിലെ അസ്വസ്ഥതകളെ തുടർന്ന് സമാധാനത്തിന് മുൻഗണന നൽകാനും കിംവദന്തികൾ ഒഴിവാക്കാനും മഹാരാഷ്ട്ര മന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ ചന്ദ്രശേഖർ ബാവൻകുലെ നിവാസികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അക്രമത്തിന്റെ കാരണം അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. എന്നാൽ ക്രമസമാധാനം നിലനിർത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങളെ ജനങ്ങൾ പിന്തുണയ്ക്കണമെന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ശാന്തത നിലനിർത്തുന്നതിലും ഉത്തരവാദികളായവരെ തിരിച്ചറിയുമെന്നും പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നുവെന്നും ഒന്നിക്കണമെന്ന് ബാവൻകുലെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഘർഷം പെട്ടെന്ന് വർദ്ധിച്ചുവെന്നും സ്ഥിതിഗതികൾ വഷളായതോടെ പൊതുമുതൽ നശിപ്പിക്കപ്പെടുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിരുന്നു. കത്തുന്ന വാഹനങ്ങളും അവശിഷ്ടങ്ങളും പ്രദേശത്ത് ചിതറിക്കിടക്കുന്നതായി സംഭവസ്ഥലത്ത് നിന്നുള്ള വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രതിഷേധത്തിനിടെ ഒരു JCB യന്ത്രം കത്തിച്ചതായി മറ്റൊരു വീഡിയോയിലും വ്യക്തമാണ്. സംഘർഷം ആരംഭിച്ച ഉടനെ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി അക്രമം നിയന്ത്രിക്കാനും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും പരിശ്രമിച്ചിരുന്നു. കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പോലീസ് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിറ്റ്നീസ് പാർക്ക്
മഹൽ പ്രദേശങ്ങളിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ക്രമസമാധാന സ്ഥിതി മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തകർച്ചയിലേക്കാണെന്നും ശിവസേന MLA ആയ ആദിത്യ താക്കർ ആരോപിക്കുകയും ചെയ്തു. പ്രശ്നത്തിൽ ഉൾപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനായി അധികൃതർ CCTV ദൃശ്യങ്ങളും മറ്റ് വീഡിയോ ക്ലിപ്പുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.